ഗ്ലോബൽ പ്രസൻസ് ന്യൂസ് ടുഡേ പ്രധാന വാർത്തകൾ. 33ാമത് ജനാധിപത്യ സൗദി ദേശീയ പൈതൃകോത്സവം അവസാന വാരത്തിലേക്ക് കടന്നതോടെ ജനപ്രവാഹം വർദ്ധിച്ചു. സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് കഴിഞ്ഞ മാസം 21-ന് ഉദ്ഘാടനം ചെയ്ത മേള ജനുവരി 9-ന് അവസാനിക്കും. വൈവിധ്യമാർന്ന കലാ സാംസ്കാരിക സാഹിത്യ പരിപാടികളാണ് ജനാധിപത്യ വില്ലേജിൽ അരങ്ങേറുന്നത്. രാജ്യത്തെ സൈന്യത്തോടുള്ള ആദരസൂചകമായാണ് ജനാധിപത്യ പൈതൃകോത്സവം എല്ലാ വർഷവും സംഘടിപ്പിക്കുന്നത്. സൗദിയുടെ സംസ്കാരവും പാരമ്പര്യവും പുതുതലമുറയ്ക്ക് കൈമാറുന്നതിനുള്ള വേദിയാണ് ജനാധിപത്യ വില്ലേജ്. രാജ്യത്തെ വിവിധ പ്രവിശ്യകളിൽ നിന്നുള്ള കലാകാരന്മാരും കരകൗശല വിദഗ്ധരും മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. മന്ത്രാലയങ്ങൾ, സർക്കാർ വകുപ്പുകൾ, വൻകിട സ്ഥാപനങ്ങൾ എന്നിവരുടെ പവിലിയൻ ജനാധിപത്യ വില്ലേജിൽ സാമൂഹിക ബോധവൽക്കരണ പരിപാടികളും മത്സരങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അറബ് ലോകത്തും അന്താരാഷ്ട്ര രംഗത്തും പ്രശസ്തരായവർ പങ്കെടുക്കുന്ന സാഹിത്യ പരിപാടികൾ, സെമിനാർ, പ്രഭാഷണങ്ങൾ, കവിയരങ്ങ്, നാടകങ്ങൾ തുടങ്ങിയ പരിപാടികളും അരങ്ങേറുന്നുണ്ട്. ഇന്തോനേഷ്യയാണ് ഈ വർഷത്തെ അതിഥി രാഷ്ട്രം. 200-ലധികം വരുന്ന ഇന്തോനേഷ്യൻ കലാകാരന്മാർ എല്ലാ ദിവസവും വിവിധ പരിപാടികളും അവതരിപ്പിക്കുന്നുണ്ട്. സൗദി അറേബ്യയിലെ റിയാദ് ആസ്ഥാനമാക്കി മലയാളം യൂട്യൂബ് ന്യൂസ് ചാനൽ ന്യൂസ് ടുഡേ പ്രവർത്തനം ആരംഭിച്ചു. സൗദി അറേബ്യയിലെ പ്രമുഖ മാധ്യമപ്രവർത്തകനായ ഉബൈദ് എടവണ്ണയുടെ നേതൃത്വത്തിലുള്ള ഒരു പറ്റം മാധ്യമപ്രവർത്തകരാണ് ചാനലിന്റെ അണിയറ പ്രവർത്തകർ. റിയാദ് അപ്പോലോ ഡിമോറ ഹോട്ടലിൽ വാണിജ്യ വ്യവസായ സാമൂഹ്യ പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ നടന്ന വർണ്ണശബളമായ ചടങ്ങിൽ റിയാദ് ഇന്ത്യൻ എംബസി കമ്മ്യൂണിറ്റി വെൽഫെയർ കൗൺസിലർ അനിൽ നോട്ടിയാൽ ന്യൂസ് ടുഡേ ചാനൽ ലോകത്തിന് സമർപ്പിച്ചു. ആധുനിക സാങ്കേതിക വിദ്യകൾ വാർത്തകളെ അതിവേഗം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ മത്സരിക്കുമ്പോൾ സത്യം വിസ്മരിക്കപ്പെടാൻ സാധ്യത ഏറെയാണെന്നും വാർത്തകൾ സത്യസന്ധമായി എത്തിക്കാനാണ് മത്സരിക്കേണ്ടതെന്നും അനിൽ നോട്ടിയാൽ പറഞ്ഞു. ഓരോരുത്തരും സോഷ്യൽ മീഡിയയുടെ പത്രാധിപന്മാരായ ആധുനിക കാലത്ത് വാർത്തകളിലെ നേര് കണ്ടെത്തുക എന്നതാണ് വെല്ലുവിളിയെന്നും അത് നിറവേറ്റാൻ ന്യൂസ് ടുഡേ പ്രവർത്തകർക്ക് കഴിയട്ടെ എന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. ഉബൈദ് എടവണ്ണ അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ സാമൂഹിക സാംസ്കാരിക പരിസ്ഥിതി രംഗത്തെ ഒട്ടേറെ പ്രമുഖർ പങ്കെടുത്തു. റിയാദിലെ പ്രമുഖ കലാകാരന്മാരുടെ കലാവിരുന്നും അരങ്ങേറി. സൗദിയിൽ നിന്നുള്ള വാർത്തകൾക്ക് കൂടുതൽ ഇടം കണ്ടെത്തുക എന്നതാണ് ന്യൂസ് ടുഡേ ലക്ഷ്യം വെക്കുന്നതെന്നും ഉബൈദ് എടവണ്ണ പറഞ്ഞു. സൗദിയിലെത്തുന്ന ഉംറ തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഇന്ത്യക്കാർക്ക് 3ാം സ്ഥാനം. ഈ വർഷം സീസൺ ആരംഭിച്ചതിനു ശേഷം 2,80,000 ഇന്ത്യൻ തീർത്ഥാടകർ പുണ്യഭൂമി സന്ദർശിച്ചതായി ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു. കേരളത്തിൽ നിന്നുള്ള തീർത്ഥാടകരുടെ എണ്ണത്തിലും വർധനവുണ്ട്. സെപ്റ്റംബർ 11-ന് ഈ വർഷത്തെ ഉംറ സീസൺ ആരംഭിച്ചതിനു ശേഷം 25,55,000 ഉംറ വിസകളാണ് വിതരണം ചെയ്തത്. ഇന്ത്യയിൽ നിന്ന് മാസം ശരാശരി 70,000 തീർത്ഥാടകരാണ് ഉംറ നിർവഹിക്കാൻ എത്തുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള സ്വകാര്യ ഉംറ ടൂർ ഓപ്പറേറ്റർമാരുടെ കീഴിലാണ് ഉംറ സംഘങ്ങൾ സൗദിയിലെത്തുന്നത്. ഇന്ത്യയിൽ അംഗീകാരമുള്ള 300-ലധികം സ്വകാര്യ ഹജ്ജ് ഉംറ ഏജൻസികളാണുള്ളത്. കേരളത്തിൽ നിന്ന് സ്വകാര്യ ഉംറ ഗ്രൂപ്പുകൾക്ക് പുറമെ വിവിധ മതസംഘടനകളുടെ നേതൃത്വത്തിലും തീർത്ഥാടകർ എത്തിയിട്ടുണ്ട്. 6 ലക്ഷം പേരെത്തിയ പാകിസ്ഥാനിൽ നിന്നാണ് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ എത്തിയത്. 2ാം സ്ഥാനം 3,94,000 തീർത്ഥാടകരെത്തിയ ഇന്തോനേഷ്യയ്ക്കാണ്. മലേഷ്യ, യമൻ, അൾജീരിയ, ഈജിപ്ത്, തുർക്കി, UAE, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നും ഈ സീസണിൽ തീർത്ഥാടകരുടെ എണ്ണം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വർദ്ധിച്ചിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. മരുഭൂമിയിലെ പൈതൃകം എന്ന പ്രമേയത്തിൽ ടൂറിസം കമ്മീഷൻ അബ്കായിക്കിന് ഒരുക്കിയ സഫാരി ഫെസ്റ്റിവലിന് വൻ ജനപങ്കാളിത്തം. അറബ് നാഗരികതയും പൈതൃകവും പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതിനാണ് ഈ ഫെസ്റ്റിവൽ ഒരുക്കിയിട്ടുള്ളത്. സൗദി ടൂറിസം കമ്മീഷന്റെ നേതൃത്വത്തിൽ അബ്കായിക്, ഐൻദാർ, ജൌഫ്, ബനി ഹജീർ എന്നീ 3 മുനിസിപ്പാലിറ്റികളുടെ സഹകരണത്തോടെയാണ് സഫാരി ഫെസ്റ്റിവൽ അരങ്ങേറുന്നത്. ദമാം ഹൈവേയിൽ അബ്കായിക് മരുഭൂമിയിലാണ് ആഘോഷ പരിപാടികൾ ഒരുക്കിയിട്ടുള്ളത്. ഒട്ടകയോട്ടം, കുതിരസവാരി, വേട്ടയ്ക്കുപയോഗിക്കുന്ന ഫാൽക്കൺ പക്ഷികളുടെ പ്രകടനം എന്നിവയാണ് സന്ദർശകരെ കാത്തിരിക്കുന്നത്. ഗോത്ര വിഭാഗങ്ങൾ അവതരിപ്പിക്കുന്ന പരമ്പരാഗത നൃത്തമായ അർദ്ധയും സന്ദർശകരെ ആകർഷിക്കുന്നുണ്ട്. മരുഭൂമിയുടെ സൗന്ദര്യം പുതുതലമുറയ്ക്ക് ആസ്വദിക്കാനുള്ള അവസരമാണ് സഫാരി ഫെസ്റ്റിവലെന്ന് ടൂറിസം കമ്മീഷൻ ചെയർമാൻ മുഹമ്മദ് അൽ മുതാമി പറഞ്ഞു. 10 ദിവസം നീണ്ടു നിൽക്കുന്ന മേളയിൽ 2 ലക്ഷം സന്ദർശകർ ഇതുവരെ എത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു.